നവവധു കാമുകനൊപ്പം ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തി. വിവാഹശേഷം കാമുകനെ കാണാൻ സാഹചര്യമില്ലാതായതോടെയാണ് 2 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്ത് ഭർത്താവിനെ കൊന്നുകളഞ്ഞത്. ഉത്തർപ്രദേശിലെ ഒറയ്യ ജില്ലയിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം. 22-കാരിയായ പ്രഗതി യാദവാണ് ഭർത്താവ് ദിലീപിനെ കാമുകനുമായി ചേർന്ന് കൊട്ടേഷൻ സംഘത്തിന്റെ സഹായത്തോടെ ഇല്ലാതാക്കിയത്. 4 വർഷത്തോളവുമായി പ്രഗതി യാദവും കാമുകൻ അനുരാഗ് യാദവും പ്രണയത്തിലായിരുന്നു. ഈ ബന്ധത്തെ വീട്ടുകാർ എതിർത്തിരുന്നു. തുടർന്ന് പ്രഗതിയെ നിർബന്ധിച്ചാണ് ദിലീപുമായുള്ള വിവാഹം നടത്തിയത്. വിവാഹം കഴിഞ്ഞ് 2 ആഴ്ചയാകുമ്പോഴാണ് ദിലീപിനെ വീടിനടുത്തുള്ള പാടത്ത് വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദിലീപിന്റെ സഹോദരന്റെ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടത്തിയത്. വിവാഹം കഴിഞ്ഞതോടെ പ്രഗതിക്കും കാമുകനും പരസ്പരം നേരിട്ട് കാണാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതായി. ഇതോടെ ഭർത്താവ് ദിലീപിനെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു. രാമാജി ചൗധരി എന്ന വാടക കൊലയാളിക്കാണ് ഇവർ കൊട്ടേഷൻ നൽകിയത്. 2 ലക്ഷം രൂപയാണ് കൊലപാതകത്തിന് പ്രതിഫലമായി രാമാജിക്ക് നൽകിയത്. ബൈക്കിലെത്തിയ രാമാജിയും സംഘവും ദിലീപിനെ വീടിന് സമീപത്തുള്ള പാടത്തെത്തിച്ച് അതിക്രൂരമായി മർദ്ദിച്ച ശേഷം വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഭാര്യയുടെയും കാമുകന്റെയും പങ്ക് വ്യക്തമായി. കൊട്ടേഷൻ സംഘത്തിലുള്ള മറ്റുള്ളവർക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമായി തുടരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ.